اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ആഗോളതലത്തിൽ മുസ്ലിം വിരുദ്ധ വികാരം അത് വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത രീതികളും പരസ്പരമുള്ള സൗഹാർദ്ദമൊക്കെ അവർ കണ്ടപ്പോൾ ഇവരെ എങ്ങനെ കീഴടക്കും എന്നവർ ആലോചിച്ചു. അതിൻ്റെ പരിണിത ഫലമായി അവർക്ക് മനസ്സിലായി ഇന്ത്യക്കാരെ കീഴടക്കാനും പരാജയപ്പെടുത്താനും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. നാട്ടുരാജാക്കന്മാർക്കിടയിൽ ശത്രുതയുണ്ടാക്കി മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കൾക്കിടയിലും വിശ്വാസപരമായ ശത്രുതയുണ്ടാക്കി ആ നിലക്കാണ് കുറച്ചു കാലം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത്. ഇതിൽ ആർക്കും ഒരു തർക്കമില്ല. എല്ലാ ചരിത്രകാരന്മാരും അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. അതിൻ്റെ പരിണിത ഫലം ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം വളരെ സൗഹാർദ്ദപരമായി, വർഗീയതയില്ലാതെ, സഹിഷ്ണുതാപരമായി നല്ല നിലക്ക് മുന്നോട്ട് പോയിരുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം. ഏതായിരുന്നാലും ആ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ നടത്തിയ ആ ഒരു പരസ്പരം ഹൃദയങ്ങൾക്കിടയിലുള്ളതായ ഭിന്നിപ്പ്, അത് ഇന്ന് അതേപടി പയറ്റിക്കൊണ്ടിരിക്കുന്ന രണ്ട് ടീമാണ്. ഒന്ന് അമേരിക്കയും ഒന്ന് ഇസ്രയേലും. പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇസ്രയേൽ ആക്രമിച്ചത് അത് ന്യായമാണ്. കാരണം ഇറാൻ ഇസ്രയേൽ തകരണമെന്നും ഇസ്രയേലിനെ നശിപ്പിക്കണമെന്നും പറയുന്ന ആൾക്കാരാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം കാലങ്ങളായി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താണ്? അത് നമ്മൾ ആരെങ്കിലും മനസ്സിലായിക്കണോ? ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രയേൽ നശിക്കണമെന്നും ഇസ്രയേലിൻ്റെ ആ കിരാത മേധാവിത്വം അവസാനിക്കണമെന്നും അവർ പറയാനുള്ള കാരണം എന്താണ്? കാലങ്ങളായി അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഗസയിലെ നിലവിളികൾ, ഫലസ്തീനിലെ പിഞ്ചു മക്കളുടെ നിലവിളികൾ, അത് കേട്ട് 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 അവർ ഇസ്രയേലിനെ അങ്ങ് വെറുത്തു. ഇറാൻ എന്ന് പറയുന്ന രാജ്യം മാത്രമല്ല, ലോകത്തുള്ള മുസ്ലിങ്ങൾക്കൊന്നും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇഷ്ടമല്ല. അതിന് കാരണം എന്താണ്? ജൂതനായതുകൊണ്ടാ? അല്ല. കാലങ്ങളായി പാവങ്ങളായ ഫലസ്തീനികളെ, നിരപരാധികളാകുന്ന ആളുകളെ എത്ര വർഷമായി അവർ അടിച്ചമർത്തുന്നു, കൊല്ലുന്നു, പീഡിപ്പിക്കുന്നു. ഇന്നും ഇസ്രയേലിലെ ജയിലുകളിൽ 10,000-കണക്കിന് ഫലസ്തീനികളുണ്ട് എന്നാണ്. 10,000-കണക്കിന്. ഒലക്ക ഹമാസേര അല്ല. എത്രയെത്ര പിഞ്ചോമന മക്കളുണ്ട്, പ്രായപൂർത്തിയാകാത്ത എത്ര കുട്ടികൾ ആ ജയിലുകളിലുണ്ട്, എത്ര സ്ത്രീകളുണ്ട്. അവരൊക്കെ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഫലസ്തീൻ പിടിച്ചടക്കുക എന്ന അതിമോഹത്തിൻ്റെ പേരിൽ കാലങ്ങളായി പീഡനം അനുഭവിക്കുകയാണ്. ഇത് കണ്ടും കേട്ടും മനസ്സിലാക്കിയുമാണ് ഇറാനിലെ ആളുകൾ ഇസ്രയേലിനെ വെറുത്തത്. അത് അറബികളും അതുപോലെ വെറുക്കുന്നുണ്ട്. അവരുടെ ഭരണാധികാരികൾ ദുന്യവിയായ ലാഭത്തിന് വേണ്ടി അവരെ സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും അവിടെയുള്ള പ്രജകളൊക്കെ ഇസ്രയേലിനെ വെറുക്കുന്നവരാണ്. ഈജിപ്തിൽ എത്രയോ ആളുകൾ ഇസ്രയേലിനെ വെറുക്കുന്ന ആൾക്കാരാണ്. അതിന് കാരണം എന്താണ്? അന്താരാഷ്ട്ര കോടതി പോലും വലിയ ഭീകരനായി ചിത്രീകരിച്ച ആള് നെതന്യാഹു എന്ന് പറയുന്ന ആള്. പക്ഷെ നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും നെതന്യാഹു സൂപ്പർ ഹീറോ ആണ്. എന്താ കാരണം? മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട്, അപ്പോൾ സൂപ്പർ ഹീറോ ആക്കാണ്. ഇനി ഒന്നും വേണ്ട, നമ്മുടെ നാട്ടില്
ഏതെങ്കിലും ഒരു അമുസ്ലിമായ ഒരാൾക്ക് 2 വൃക്ക പോയി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ക്യാൻസർ രോഗം ബാധിച്ച് വളരെ കഷ്ടപ്പാടിലാണ്. ആദ്യം അവർ ആ എഴുത്തുമായി വരുന്നത് ഒരു മുസ്ലിം പള്ളിയിലേക്കായിരിക്കും. കാരണം എന്താ? മുസ്ലിങ്ങൾ ആ കത്ത് ഏറ്റെടുക്കും. എത്ര ലക്ഷമാണോ അവർക്ക് വേണ്ടത് പിരിച്ചു കൊടുക്കും. അവിടെ മുസ്ലിമില്ല, ഹിന്ദുവില്ല, ക്രിസ്ത്യാനിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു അധ്യാപനുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അയൽവാസി ജൂതനായാലും ശരി, ക്രൈസ്തവനായാലും ശരി, ഏത് മതമില്ലാത്തവനായാലും ശരി, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു അധ്യാപനമാണ്. അത് നിറവേറ്റുന്നവരാണ് ലോകത്തുള്ള മുസ്ലിങ്ങൾ. അപ്പൊ ഇസ്രയേലിനെ ഇറാൻ വെറുക്കുന്നത് ഈ ഒരു കാരണത്തിന്റെ പേരിലാണ്. അല്ലാതെ ഇപ്പൊ നാളെ മുതൽ ഇസ്രയേല് ഫലസ്തീനിലെ അധിനിവേശം അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഫലസ്തീനിലെ കുട്ടികളെ കൊല്ലുന്നത് അവസാനിപ്പിക്കുകയാണ്. ഇറാൻ അവരെ പൂർണ്ണമായും അംഗീകരിക്കും. അല്ലാതെ ഒരു ജൂതനെ വെറുക്കേണ്ട കാര്യം എന്താണ് ഒരു മുസ്ലിമിന്? അതിന്റെ ആവശ്യമല്ല. പിന്നെ ഈ ജൂതനെ കാലങ്ങളായി മുസ്ലിങ്ങൾ വെറുക്കുന്നില്ലേ? എന്താണ് അതിന്റെ കാരണം? അത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതലേ ജൂതന്മാര് അവരുടെ ചതിപ്രയോഗം നടത്തിയിട്ടുണ്ട്. ആ കാലം മുതലേ നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജൂതന്മാരെ ശരിക്കറിയായിരുന്നു. മക്കാ മുശ്രിക്കീങ്ങൾക്കിടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെ ഇടയിലും യുദ്ധം പോലും ഉണ്ടാകാൻ കാരണക്കാര് ജൂതന്മാരാണ്. അതിന് കാരണം എന്താ? ജൂതന്മാര് എന്ന് പറയുന്ന ആളുകള് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്ന ഒരു വിഭാഗം ബനു ഇസ്രായേലികളാണ്. ആ ബനു ഇസ്രായേലുകളിലേക്കായിരിക്കും അന്ത്യപ്രവാചകൻ വരിക എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അവരിലേക്കല്ല അള്ളാന്റെ റസൂല് വന്നത്. ബനു ഇസ്രായേലിലേക്കല്ല അള്ളാന്റെ റസൂല് പ്രവാചകനായി, അന്ത്യപ്രവാചകനായി നിയോഗിതനായത്. അത് അറബികളിലേക്കായിരുന്നു. ആ ഒരു അസൂയയിൽ നിന്നാണ് ഇന്നും ലോകത്ത് മുസ്ലിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അവരുടെ ആ ഒരു ഈഗോ പ്രശ്നവും ആ ഒരു ചതിയുടെ, വഞ്ചനയുടെ മനസ്സുമാണ് ഇന്നും ലോകത്ത് ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടിയും പറയാനുണ്ട്. പിന്നെ ഇസ്രയേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും ഇബിലീസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ ഇബിലീസ് ആണല്ലോ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ പടച്ച റബ്ബ് പരാജയപ്പെടുകയാണോ എന്ന് കമന്റിലൂടെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 11 കൊല്ലം ഖാദിമായി സേവനം ചെയ്ത ആളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് സ്വഹാബികൾ ഒരു പരാതി പറഞ്ഞു. എന്താ പരാതി? ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരി ഞങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്, വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന് അനസ് ബിൻ മാലിക് തങ്ങളോട് സ്വഹാബത്ത് പരാതി പറഞ്ഞപ്പോ ഫഖാല, അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞു, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഫഇന്നഹു ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദി ബഅദഹു ശർറുൻ മിൻഹു ഹത്താ തൽഖൗ റബ്ബക്കും സമിഅതുഹു മിൻ നബിയിക്കും. ഞാൻ നബി തങ്ങളിൽ നിന്ന് ഒരു വിഷയം കേട്ടിട്ടുണ്ട്. എന്താണ് എന്നോട് അള്ളാന്റെ റസൂല് പറഞ്ഞത്? ഇനി ഒരു കാലവും, ഇനിയിപ്പോ 2026 മോശമായിരിക്കും 2027, അതിനേക്കാൾ മോശമായിരിക്കും 2028. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു കാലവും അതിനുശേഷം വരാൻ പോകുന്ന കാലം ഇതിനേക്കാൾ മോശമായിരിക്കും. പല നിലക്കുള്ള പ്രയാസങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരും, നിങ്ങളെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ എന്ന് എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് ആവലാതി പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞു എന്നാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മുൻകഴിഞ്ഞ സമുദായത്തിനെ വലിയ കുഴികളുണ്ടാക്കി ആ കുഴിയിൽ നിർത്തിയിട്ട് അവരെ പീഡിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ നിങ്ങൾക്ക് വരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ
ഇബ്ലീസ് ജയിച്ചു നിൽക്കല്ല. ഇബ്ലീസിനുള്ള എല്ലാ കഴിവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അത് അള്ളാഹു തആല പറഞ്ഞതുമാണ്. ഞാൻ എല്ലാവരും പഴപ്പിക്കുട്ടോ എന്ന് അള്ളാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, എല്ലാവരും പഴപ്പിക്കാൻ നിനക്ക് കഴിയില്ല. മുഖ്ലിസീങ്ങളാകുന്ന ചില ആളുകളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, അവരൊരിക്കലും പഴപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഒരു യഥാർത്ഥ മുഅ്മിൻ ആയിട്ടില്ലെങ്കിൽ അവനക്ക് പ്രയാസങ്ങൾ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, അൻതുമുൽ അഅലൂൻ, നിങ്ങൾ ഏറ്റവും ഉന്നതരായ ആളുകളാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാകുകയാണെങ്കിൽ. ആ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ഇപ്പൊ ഇറാനിൽ ഒരു വിഭാഗം ആളുകൾ യഥാർത്ഥ രീതിയിൽ ജീവിക്കുമ്പോൾ മറുവിഭാഗം ആളുകൾ വേറെ രൂപത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ലണ്ടനിൽ ബന്ധമുള്ള പല ആളുകളും ഉണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് ഇറാനിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ ലണ്ടനിൽ വന്ന് താമസിക്കുന്നുണ്ട്. എന്തിനാ താമസിക്കണത്? അവർക്ക് മുട്ടുവരെ വസ്ത്രം ധരിച്ച് നടക്കണം, ഔറത്ത് വെളിവാക്കി നടക്കണം, തോന്നിയതുപോലെ വ്യഭിചരിച്ചും കള്ളുകുടിച്ചും നടക്കണം. അതിനുവേണ്ടി ഇറാനിൽ നിന്ന് അവർ കുടിയേറി. അവരാണ് പിന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഒറ്റിക്കൊടുക്കുന്നതും. പിന്നെ ആയത്തുള്ള ഖാംനഈ എന്ന് പറയുന്ന പരമോന്നത നേതാവ് മരണപ്പെട്ടപ്പോൾ അതിൻ്റെ പേരിൽ സന്തോഷിച്ചതും ഈ പറഞ്ഞ ആൾക്കാരാണ്. അല്ലാതെ യഥാർത്ഥ വിശ്വാസികളാകുന്ന ആളുകളൊക്കെ ഇറാന് സപ്പോർട്ട് തന്നെയാണ്. അപ്പോ അമേരിക്കയും ഇസ്രയേലും കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അറേബ്യൻ രാജ്യങ്ങളിലെ സമ്പൽ സമൃദ്ധിയും അവിടുത്തെ സമ്പത്തിന്റെ ആധിക്യവും കണ്ടിട്ട് അതിൽ അസൂയ പൂണ്ടിട്ടാണ് അവരെന്ത് ചെയ്യണത്? ഈ അക്രമങ്ങളൊക്കെ നടത്തുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. അമേരിക്കക്ക് എന്തിൻ്റെ കുറവാണ്? ഇസ്രയേലിന് എന്തിൻ്റെ കുറവാണുള്ളത്? ഒന്നിൻ്റെയും കുറവില്ല. ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാർ ജീവിക്കുന്ന രാജ്യം അമേരിക്കയാണ്. ഒരു കുറവും അവർക്കില്ല. പക്ഷെ എന്നിട്ടും ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിന് വേണ്ടി, എന്തിനാ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി അമേരിക്ക പണിയെടുക്കുന്നത്? അമേരിക്കയിലെ പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ തലവന്മാര് ജൂതന്മാരാണ്. അവർക്ക് അതനുസരിച്ചേ പറ്റൂ. ഇപ്പൊ മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം സൈനികരെ കൊന്നു തള്ളുന്ന ഭീകരന്മാരാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും. കാലങ്ങളായി അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീൻ ആക്രമിച്ചപ്പോ എത്രയോ ജൂതന്മാരാകുന്ന ആളുകൾ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അമേരിക്കയിൽ തന്നെ ഉണ്ട്. അത് യഥാർത്ഥ ജൂതന്മാരാണ്. ഇന്ന് നെതന്യാഹുവിന്റെ ടീം യഥാർത്ഥ ജൂതന്മാരാണോ? അവർക്ക് വിശ്വാസം എന്ന് പറയുന്ന സാധനം തന്നെ അല്ല. വിശ്വാസമല്ലേ പിന്നെന്താ? ഒരാളെ തല്ലുന്നതിന് എന്താ കുഴപ്പം? ഒരാളെ കൊല്ലുന്നതിന് എന്താ കുഴപ്പം? തോന്നിയ മാതിരി എന്തും ചെയ്തൂടെ? അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി കാണുന്ന ഒരവസ്ഥയിലേക്ക് ലോകമെത്താതെ ലോകത്ത് ശാന്തി ഉണ്ടാവില്ല. എന്നും അശാന്തിയുടെ കാർമേഘങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവരെയും മനുഷ്യനായി കാണുക. മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും എല്ലാ മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എല്ലാവരും അള്ളാഹു സംവിധാനിച്ചതാണ്. അള്ളാഹുവിൻ്റെ കുദ്റത്തിൻ്റെ തഹത്തിലാണ്. നമ്മളൊക്കെ ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലും ശാന്തിയും സമാധാനവും ഒക്കെ കളിയാടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.